ഡിസോൺ കലോത്സവത്തിലെ സംഘർഷത്തിന് പിന്നാലെ KSU പ്രവർത്തകരുമായി പോയ ആംബുലൻസ് ആക്രമിച്ച സംഭവത്തിൽ കൊരട്ടി പോലീസ് കേസെടുത്തു. ആംബുലൻസ് ഡ്രൈവർ വൈഭവിന്റെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. YS അഭിനന്ദാണ് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. അഭിനന്ദ്, PM ആർഷോ പറഞ്ഞത് ആ ആംബുലൻസിൽ ഉണ്ടായിരുന്നത് പരിക്കേറ്റവരായിരുന്നില്ല. ഈ ആക്രമണത്തിന് SFIയുടെ നേതാവിനെ ആക്രമിച്ച പ്രവർത്തകർ രക്ഷപ്പെടാനാണ് ആംബുലൻസ് ഉപയോഗിച്ചത്. അതിന് SFIക്ക് അതിൽ പങ്കില്ല എന്ന് പറയുന്നപ്പോൾ ആർക്കൊക്കെ എതിരെയാണ് കേസ്? ആരുടെയെങ്കിലും പേര് ഈ FIR-ൽ ഉണ്ടോ? വിജയകുമാർ, നിലവിൽ ഇപ്പോൾ 4 പേർക്കെതിരെയാണ് CCTV ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിരുന്നു. ആംബുലൻസ് ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 4 പേരെ കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസെടുത്തുള്ളത്. ഇതുവരെ ഇവരെ കണ്ടെത്താനായിട്ടല്ല. പോലീസ് എന്തായാലും ഊർജിതമായ അന്വേഷണം തുടരുകയാണ്. പുലർച്ചെ 12 മണി മുതൽ, അതാണ് രാത്രി 12 മണി മുതൽ പുലർച്ചെ 5 മണി വരെ നീണ്ടുനിന്ന ഒരു സംഘർഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഗോകുൽ ഗുരുവായൂർ എന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് സഞ്ചരിച്ച ആംബുലൻസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് SFIയുടെ ജില്ലാ നേതാക്കളും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി PM ആർഷവും വ്യക്തമാക്കുകയും കാലിക്കറ്റ് സർവകലാശാലയിലെ മുഴുവൻ ക്യാമ്പസുകളിലും പഠിപ്പ് മുടക്കുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ KSU ഈ ആരോപണം തള്ളുകയാണ്. കരുതിക്കൂട്ടിയുള്ള ആക്രമണം എന്നാണ് KSU വ്യക്തമാക്കുന്നത്. കലോത്സവം ആരംഭിച്ചപ്പോൾ മുതൽ SFI ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് KSU പറയുന്നത്. പക്ഷേ അപാകതകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ഭരിക്കുന്നത് UDSF ആണ്. MSF-ഉം KSU-ം തമ്മിലുള്ള സഖ്യം ഭരിക്കുന്ന സമയത്ത് മുതൽ തന്നെ ഓരോ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിഷേധമടക്കം സംഘടിപ്പിക്കുന്ന ഒരു കാര്യമില്ലാതെയാണെന്നതാണ് KSU വ്യക്തമാക്കുന്നത്. എന്തായാലും KSUവിന്റെ സംസ്ഥാന ട്രഷറർ സച്ചിൻ ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ഈ ആക്രമണത്തിനകത്ത് SFIക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നു. പഠിപ്പ് മുടക്കിലേക്ക് പോകുന്നു. അതുമല്ല, അവർ പറയുന്ന മറ്റൊരു കാര്യം എന്നത് പരിക്ക് പറ്റിയവരല്ല ആംബുലൻസിൽ ഉണ്ടായിരുന്നതാണ്. എന്താണ് ഇപ്പോൾ KSUവിന് പറയാൻ? ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യത്തെ ദിവസം മുതൽ 24-ാം തീയതി മുതൽ ഓരോ വിധത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SFI മുമ്പോട്ട് കടന്നു വരികയുണ്ടായി. അതെല്ലാം സാധൂകരിച്ചുകൊണ്ട് അതെല്ലാം നമ്മൾ വളരെ ചെറിയ രീതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോകാനായിട്ട് KSUവിനോ അല്ലെങ്കിൽ ഡിസോൺ സംഘടന സമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം വില പോകുന്നില്ലെന്ന് കണ്ട് 4-ാം ദിവസമായി ഇന്നലെയും സ്മൂത്തായാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് കണ്ടപ്പോഴാണ് വിഷയത്തിൻ്റെ ഗൗരവം ഇത്രയും കൂടി ഉയർത്തേണ്ടതുണ്ടോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജഡ്ജസിനെ പോലും ആക്രമിക്കുന്ന രീതിയിലേക്ക് വിഷയം കൊണ്ടുവരുന്ന രീതിയിലേക്ക് SFI ഉണ്ടായി. SFIയുടെ നേതൃത്വം ആംബുലൻസ് ആക്രമിച്ചതിന് പോലും അറിവില്ല എന്ന് പറയുമ്പോഴും SFIയുടെ നേതൃത്വം കൃത്യമായി നൽകിയ ഡയറക്ഷൻ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട് SFIയുടെ പ്രവർത്തകർ ഈ പറയുന്ന ഡിസോൺ കോളമാക്കുന്നതിന് അല്ലെങ്കിൽ അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട്. ആംബുലൻസ് ഡ്രൈവർ വൈഭവിന്റെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ KSUവിന്റെ നേതാക്കളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.